ഹായ് എവരി വൺ, നിഷ ഹിയർ. ഞാൻ ഒരു സന്തോഷമുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിപ്പോൾ ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് മിനിമം സ്കോർ എന്ന് പറയുന്നത് OET-യിൽ 3 Bയും 1 C+ മതിയായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും, അതിനകത്ത് ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ ഈ സെയിം സ്കോറിൽ നമ്മളിവിടെ വന്ന് നമുക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ PR-ന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കോർ പോരായിരുന്നു. ഇൻഡിവിജ്വൽ B നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ഈ മിനിമം സ്കോറിൽ ഇവിടെ വന്നിട്ട് പിന്നെ വീണ്ടും ഒന്നില്ലെങ്കിൽ OET റിപ്പീറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ PTE എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ഒരു ആവശ്യകത ഇനി വരില്ല. കാരണം പ്രൈമറി അപ്ലിക്കൻ്റ് ആരാണോ അവർക്ക് ഇനി തൊട്ട് PR-ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് OET-യിലാണെങ്കിൽ ഇൻഡിവിജ്വൽ മോഡ്യൂളിന് C+ മതി. അതായത് ഒന്നിലും തന്നെ B വേണ്ട. ഇൻഡിവിജ്വൽ മോഡ്യൂള് C+ഓ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നഴ്സുമാർക്കൊക്കെ ഇതൊരു ഭയങ്കര ഹാപ്പി ന്യൂസ് ആയിരിക്കും. വേറൊന്നും കൊണ്ടും അല്ല, ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തേണ്ട ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട്, പലരും അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് പേര് ഷെയർ ചെയ്തായിരുന്നു, ഞാൻ ഫുൾ B ഇല്ലാതെ ഞാൻ PR-ന് അപ്ലൈ ചെയ്തിട്ടും കിട്ടിയെന്നുള്ളത്. പക്ഷെ അതെനിക്ക് അത്ര വിശ്വസനായിട്ട് തോന്നില്ല. മീൻസ് എന്തായിരിക്കും അങ്ങനെ കിട്ടിയത്, അതെങ്ങനെയായിരിക്കും സംഭവിച്ചതെന്നുള്ളത്. കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എവിടെയും തന്നെ അവർ വെബ്സൈറ്റിലൊന്നും അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പോൾ അതിനകത്തൊരു സത്യമുണ്ട്. അപ്പോൾ നമുക്കത് ക്ലിയർ ആണിപ്പോൾ. 2 പേര് ഓൾറെഡി എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അവർ ചുമ്മാ അങ്ങ് അപ്ലൈ ചെയ്തതാണ്. കാരണം ഇൻ കേസ് ഇപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുവാണെങ്കിൽ അപ്പോൾ എഴുതി OET സബ്മിറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഉള്ള സ്കോർ വെച്ച് അവർ അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ലക്കിലി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമുക്ക് ആ ഒരു പുതിയ റൂൾ അത് ഓൾറെഡി അപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻഡിവിജ്വൽ മോഡ്യൂളിൽ C+ ഉണ്ടെങ്കിൽ പ്രൈമറി അപ്ലിക്കൻറ്റിന് PR-ന് അപ്ലൈ ചെയ്യാം. സെക്കൻഡറി അപ്ലിക്കൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ട്ണറോ നമ്മുടെ ചൈൽഡോ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ചൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പിള്ളേർക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ സെക്കൻഡറി അപ്ലിക്കൻ്റ് അപ്ലൈ ചെയ്യുന്നവർക്ക് C സ്കോർ മതി. അത് പഴയതുപോലെ തന്നെയാണ്. PTE ഇല്ല, അതിനകത്തൊന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ലിങ്ക് ആയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് സ്കോർ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ പ്രൈമറി അപ്ലിക്കൻറ്റിന് C+ മതി എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. അത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല വെബ്സൈറ്റിൽ. പക്ഷേ സ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ OET-യുടെ സ്കോർ കുറവായതിൻ്റെ പേരിൽ അപ്ലൈ ചെയ്യാതിരിക്കുവാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാം മുഴുവൻ C+ ഉണ്ട്. തീർച്ചയായിട്ടും നഴ്സസിന് ഉണ്ടായിരിക്കും. ഇത് ലോജിക്ക് ഇല്ലാത്തൊരു കാര്യം ഇപ്പോൾ ക്ലിയർ ആയിരിക്കുകയാണ്. കാരണം നമുക്ക് നഴ്സ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ഇൻഡിവിജ്വൽ Bയും 1 C+ മതി. പക്ഷേ അതേസമയം നമുക്ക് ആ സ്കോർ കൊണ്ട് PR കിട്ടുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. എനിവേ അതിനൊരു ശാശ്വത പരിഹാരമാണ് വന്നിരിക്കുന്നത്. നമുക്ക് C+ സ്കോർ ഉണ്ടെങ്കിൽ ഇനി തൊട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ ചേഞ്ചസ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അത് നിലവിലില്ല, ഞാൻ കണ്ടില്ല, നോക്കിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു, എനിക്ക് വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഷുവറാണ്, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും C+ സ്കോർ വെച്ചുകൊണ്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.